ഹായ് ഹലോ, എല്ലാവർക്കും എയ്സാപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം പുറത്തിറക്കിയിട്ടുള്ള ഏറ്റവും പുതിയ സർക്കുലറിനെ കുറിച്ച് ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ്. എന്തിനെ കുറിച്ചാണ് ചർച്ച? നിങ്ങളെല്ലാവരും കേട്ട് കാണും. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ നിയമനവും അതുപോലെ തന്നെ സ്ഥാനക്കയറ്റവും നിയന്ത്രിക്കുന്ന ഒരു സർക്കുലറാണ് വന്നത്. എല്ലാവർക്കും ബാധകമല്ല. ബാധകമായ ആളുകൾ ഏതാണ്? കേട്ടറ്റിന്റെ അനുയോജ്യമായ കാറ്റഗറിയിൽ നേടാത്ത ആളുകൾ. പറയുന്നത് ഇങ്ങനെയാണ്: പൊതുവിദ്യാഭ്യാസം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ നിശ്ചിത കാറ്റഗറിയിലെ കേട്ടറ്റ് യോഗ്യതയില്ലാത്ത അധ്യാപകരുടെ നിയമനവും അതുപോലെ തന്നെ കേട്ടറ്റ് യോഗ്യത നേടാത്ത അധ്യാപകരുടെ സ്ഥാനക്കയറ്റം നൽകുന്ന പ്രവണതയും സംബന്ധിച്ച സർക്കുലറാണിത്. പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത് എന്താണ്? കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നമ്മൾ പഠിച്ചതാണ്. RTE ആക്ട് 2009 പ്രകാരം പറയുന്നത് യോഗ്യത നേടിയിട്ടുള്ള അധ്യാപകർ മാത്രമേ കുട്ടികളെ പഠിപ്പിക്കാവൂ എന്നാണ് പറയുന്നത്. ഇത് പ്രകാരം നോക്കിയാൽ സംസ്ഥാനത്തെ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് കേട്ടറ്റ് യോഗ്യത 1/6/2012 മുതൽ നിയമിതരാകുന്ന എല്ലാ സ്കൂൾ അധ്യാപകർക്കും വേണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് ഇതാണ്: കുട്ടികൾക്ക് ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അധ്യാപകർക്ക് ഇത്തരം യോഗ്യതകൾ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇത് പ്രകാരം കേട്ടറ്റ് യോഗ്യത ആർജിക്കുന്നതിന് കേരള വിദ്യാഭ്യാസ അവകാശങ്ങൾ 2011 നിലവിൽ വന്നത് മുതൽ 5 വർഷമാണ് ഇവർക്ക് സമയപരിധി കൊടുത്തിട്ടുള്ളത്. അതായത് ഇവർ നിയമനമായി 5 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് എഴുതിയെടുത്താൽ മതിയാവും എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ നമ്മുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് 2012 മുതൽ അതുപോലെ 2019-20 അധ്യയന വർഷം വരെ നിയമിതരായ അധ്യാപകർ, അവർക്ക് കേട്ടറ്റ് യോഗ്യത ഇല്ലാത്തവർക്ക് പ്രസ്തുത സമയം അംഗീകരിച്ചു കൊടുത്തിരുന്നു അല്ലേ? ഈ കാലാവധി എത്രയായിരുന്നു? ഏകദേശം 5 വർഷമായിരുന്നു കാലാവധിയായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വർഷം 2 കേട്ടറ്റ് നടന്നു വരുന്നു അല്ലേ? എല്ലാ വർഷവും നമുക്കറിയാം 2 കേട്ടറ്റ് വീതം നടന്നു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടി ഈ കാലയളവിനുള്ളിൽ ഈ 1/6/2012 മുതൽ 2019-20 അധ്യയന വർഷം വരെ ഏകദേശം 10ഓളം കേട്ടറ്റ് എഴുതാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സർക്കുലറിൽ പറയുന്നത്. ഓക്കെ, പിന്നെ സർക്കുലറിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2019-20 വരെയുള്ള നിയമിതർക്ക് കേട്ടറ്റ് പരീക്ഷ പാസ്സാകുന്നതിനുള്ള സമയം ദീർഘിപ്പിച്ച് നൽകിയിരുന്നു. എന്നാൽ 2019-20 ശേഷം നിയമനം നടത്തുന്നതിന് അനുവദിച്ച തീയതിയായ 15/7/2021 മുതൽ കേട്ടറ്റ് യോഗ്യത മാൻഡേറ്ററി ആണ്. അതായത് 2010-12 കാലയളവ് മുതൽ 2019-20 വരെയുള്ളവർക്ക് കാലയളവ് നമുക്ക് നീട്ടി അനുവദിച്ചിരുന്നു. എന്നാൽ 21 മുതൽ നിയമിതരാകുന്നവർക്ക് കേട്ടറ്റ് മസ്റ്റാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ചില സ്കൂളുകളിൽ, അതായത് ചില എയ്ഡഡ് സ്കൂൾ, സംസ്ഥാനത്തെ ചില എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾ എന്താണ് ചെയ്യുന്നത്? കേട്ടറ്റ് യോഗ്യത ഇല്ലാത്തവരെ നിയമിക്കുകയും നിയമന അംഗീകാരം നിരസിക്കും. എന്തായാലും സ്വാഭാവികമായിട്ടും നിയമന അംഗീകാരം നിരസിക്കും. ഈ സാഹചര്യത്തിൽ അവർ എന്താണ് ചെയ്യുന്നത്? കേട്ടറ്റ് യോഗ്യത നേടിയ തീയതി മുതൽ പുതുക്കിയ പ്രപ്പോസൽ സമർപ്പിച്ച് അംഗീകാരം നേടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സർക്കുലറിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഇനി ചട്ടങ്ങൾക്കോ സർക്കാർ ഉത്തരവുകൾക്കോ വിരുദ്ധമായിട്ട് യോഗ്യതയില്ലാത്ത അധ്യാപകരെ നിയമിക്കുന്ന മാനേജ്മെന്റിനെ അയോഗ്യരാക്കുന്നതാണ് പ്രധാനമായിട്ടും ഈ സർക്കുലറിൽ പറയുന്ന മറ്റൊരു കാര്യം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത്തരം അധ്യാപകരെ ഉടനടി സേവനത്തിൽ നിന്നും ഒഴിവാക്കണം എന്നാണ് അതത് വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. ഇപ്പോൾ 2021 ശേഷം നിയമിതരായ അധ്യാപകർ കേട്ടറ്റ് യോഗ്യതയില്ലാത്തവർക്ക് സർവീസ് നഷ്ടമാവും. അതായത് അവരെ ജോലിയിൽ നിന്നും ഉടനടി നീക്കം ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ കേട്ടറ്റിന് ഇളവിന് അർഹതയില്ലാത്തവർക്ക് സ്ഥാനക്കയറ്റം നൽകിയിട്ടുണ്ട്. ഇത്തരം ആളുകൾ എന്ത് ചെയ്യണം? ഇത്തരം ആളുകളുടെ സ്ഥാനക്കയറ്റം ചട്ടവിരുദ്ധമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 2012-19 കാലയളവിൽ നിയമനം നേടിയിട്ടുള്ളവരാണെങ്കിൽ അവരെത്രയും പെട്ടെന്ന് തന്നെ കേട്ടറ്റ് എഴുതിയെടുക്കണം. അല്ലാത്ത പക്ഷം അവരുടെ സ്ഥാനക്കയറ്റത്തെ അത് ബാധിക്കുന്നതാണ്. എന്നാൽ 21 ശേഷം കേട്ടറ്റില്ലാതെ നിയമിതരായവർക്ക് അവരുടെ സർവീസ് തന്നെ നഷ്ടമാകുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വരുന്ന കേട്ടറ്റ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ചട്ടവിരുദ്ധമായിട്ടും അതുപോലെ സർക്കാർ ഉത്തരവുകൾക്ക് വിരുദ്ധമായും യോഗ്യതയില്ലാത്ത അധ്യാപകരെ നിയമിക്കുകയും
സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്യുന്ന മാനേജ്മെന്റിന് അയോഗ്യത കൽപ്പിക്കുന്നതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് വിദ്യാഭ്യാസ ഓഫീസർമാർ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത പണി വരുന്നത് ഇത്തരം നിയമനങ്ങൾ നടത്തുന്ന മാനേജ്മെന്റിനാണ്. ഇതാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ നിലവിലുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കേട്ടറ്റ് യോഗ്യതയില്ലാതെ തുടരുന്ന അധ്യാപകരെ സംബന്ധിച്ച് ഇനി വരുന്ന കേട്ടറ്റ് നിർണായകമാണ്. അതായത് 1/6/2012 മുതൽ 2019-20 അധ്യയന വർഷം വരെ കേട്ടറ്റ് യോഗ്യതയില്ലാതെ സേവനത്തിൽ പ്രവേശിച്ചവർക്ക് അല്ലെ നിബന്ധനയോടുകൂടെ ഇളവ് അംഗീകരിച്ചിട്ടുണ്ട്. അതായത് അടുത്ത് വരുന്ന കേട്ടറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിക്ക് നിർണായകമാണ്, എഴുതിയെടുത്തേ പറ്റൂ അല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞ കേട്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പൊതുവെ കാറ്റഗറി 1 സൈക്കോളജിയൊക്കെ പോർഷൻസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടു മിസ്സേ എന്ന് പറഞ്ഞിട്ട് പലരും നമ്മളെ സമീപിച്ചിരുന്നു. സർവീസിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന കേട്ടറ്റ് മാറിയ സിലബസിനനുസൃതമായി പഠിക്കൽ നിങ്ങൾക്ക് മാൻഡേറ്ററി ആണ്. നിങ്ങളുടെ ജോലിയുടെ നിലനിൽപ്പിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തൽക്കാലം ഇപ്പോൾ ഈ കൂട്ടർ പേടിക്കേണ്ടതില്ല. അതായത് 1/6/2012 മുതൽ 19-20 അധ്യയന വർഷത്തിന് ഇടയിൽ ജോയിൻ ചെയ്തവർ തൽക്കാലം പേടിക്കേണ്ടതില്ല, എഴുതിയെടുത്താൽ മതിയാവും. ചെറിയ ഇളവുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ 21-ന് ശേഷം നിയമിതരായവർക്ക് ജോലി നഷ്ടമാവുന്ന ഒരു പ്രവണതയാണ് ഈ സർക്കുലറിലൂടെ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് പഠിച്ചു തുടങ്ങുക. ഇന്നു മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. കഴിഞ്ഞ കേട്ടറ്റിൻ്റെ റിസൾട്ട് ഇതാ ഇപ്പം അടുത്ത് വരുന്നുണ്ട്. നമുക്ക് ഇനി സമയം വളരെ കുറവാണ്. അപ്പോൾ യോഗ്യതയുള്ള കേട്ടറ്റ് നേടിയ അധ്യാപകരാവാനായിട്ട് കേട്ടറ്റിൻ്റെ ഏറ്റവും പുതിയ ബാച്ചുകൾ എയ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2025 കേട്ടറ്റിന് നമുക്ക് മെൻറ്ററോട് കൂടെ തന്നെ ഒരുങ്ങാം. നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ കേട്ടറ്റിനായിട്ട് നമ്മുടെ എയ്സിൽ ഒരുങ്ങി കഴിഞ്ഞു. ഓൺലൈൻ ക്ലാസ് ആയിട്ടും ഓഫ്ലൈൻ ക്ലാസ് ആയിട്ടും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീക്കിലി മോഡൽ എക്സാംസ്, ഡെയിലി ടോപ്പിക് എക്സാംസ്, അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞ ഡിസ്കഷൻ സെഷൻസ്, OMR വാലുവേഷൻ, ലൈബ്രറി, റീഡിംഗ് ഫെസിലിറ്റി, അതുപോലെ മെൻഡർ സപ്പോർട്ട്, ഹൈബ്രിഡ് ക്ലാസ് റൂംസ്, ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയാണ് കേട്ടറ്റ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സർവീസിലിരിക്കുന്നവരെ സംബന്ധിച്ചും ഈ സർവീസിൽ കയറാനുള്ള കുട്ടികളെ സംബന്ധിച്ചായാലും കേട്ടറ്റ് നിങ്ങൾക്ക് നിർണായകമാണ്. ഓരോ കേട്ടറ്റ് കഴിയും തോറും ഇതിൻ്റെ കാഠിന്യം കൂടി വരികയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പുതിയ സിലബസ് ഇട്ട് പഠിച്ചാണ് ഇനി നിങ്ങൾ കേട്ടറ്റിനെ ക്രാക്ക് ചെയ്യേണ്ടത്. നമുക്കറിയാം നമ്മുടെ കേട്ടറ്റിൻ്റെ സിലബസ് കുറച്ച് പഴയ സിലബസാണ്, എന്നാൽ ക്വസ്റ്റ്യൻ വരുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ പ്രത്യേകം തയ്യാറാക്കിയ സിലബസ് പ്രകാരം വേണം നമ്മൾ ഇനി പഠിച്ചു തുടങ്ങാൻ. അപ്പോൾ എല്ലാവരും കേട്ടറ്റ് നേടാനുള്ള എല്ലാവരും ഇത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക. നിങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടെ എയ്സ് കാത്തിരിക്കുന്നുണ്ട്. അടുത്ത കേട്ടറ്റ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം. എല്ലാവർക്കും അടുത്ത കേട്ടറ്റ് കിട്ടുമെന്ന് മിസ് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ കേട്ടറ്റ് എഴുതിയവർ ഇത് തന്നെ പാസ്സാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയല്ല, അല്ലാത്തവർ വിഷമിക്കേണ്ട. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ലപോലെ എക്സാം എഴുതിയിട്ട് അടുത്ത കേട്ടറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബൈ.